ജനുവരി 6 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ ആന്ത്രേ ബസ്റ്റ്, വിശുദ്ധ അനസ്റ്റാസിയൂസ്, വിശുദ്ധ യുക്കുന്തൂസ്, വിശുദ്ധ ഫ്ലോറൂസ്, വിശുദ്ധ ഫ്ലോറിനൂസ്, വിശുദ്ധ ടാസിയ ടിലിസ്, വിശുദ്ധ ചാൾസ് കപ്പുച്ചൻ, വിശുദ്ധ ഡീമാൻ, വിശുദ്ധ എഡിൻ, വിശുദ്ധ എയിഗ്രാഡ്. ഇന്നേ ദിവസം എപ്പിഫനി അഥവാ ധനകാ തിരുനാളും തിരുസഭ ആചരിക്കുന്നു. നമുക്ക് ധനകാ തിരുനാളിനെ കുറിച്ചും വിശുദ്ധ ആന്ത്രേ ബസ്റ്റിനെ കുറിച്ചും ഇന്ന് ചിന്തിക്കാം. എപ്പിഫനി അഥവാ ധനക. എപ്പിഫനി ഗ്രീക്കിൽ നിന്ന് നിഷ്പദിച്ച ഒരു ഇംഗ്ലീഷ് പദവും ധനക സുറിയാനി പദവുമാണ്. പ്രത്യക്ഷീകരണം അഥവാ ഉദയം എന്നാണ് ഈ വാക്കുകൾക്കർത്ഥം. ക്രിസ്തുവിൻ്റെ ജനനം ആദ്യമായി വെളിപ്പെടുത്തപ്പെട്ടത് ദരിദ്രരായ ആട്ടിടയന്മാർക്കാണ്. രണ്ടാമതായി വെളിപ്പെടുത്തിയത് വിജാതീയ ശാസ്ത്രജ്ഞന്മാർക്കാണ്. അവർ ഗാസ്പർ, ബാൽത്തസാർ, മെൽക്കിയോർ എന്നീ പൗരസ്ത്യ ദേശത്തു നിന്നുള്ള 3 രാജാക്കന്മാരാണെന്നും പാരമ്പര്യമുണ്ട്. ക്രിസ്തു യഹൂദന്മാർക്ക് മാത്രമായി ജനിച്ച ഒരു രക്ഷകനല്ല, അഖില ലോക ജനങ്ങൾക്കും വേണ്ടി ജനിച്ചവനാണെന്ന് ഈ പ്രത്യക്ഷീകരണം വിശദമാക്കുന്നു. പരസ്യജീവിതത്തിൻ്റെ പ്രാരംഭത്തിൽ ക്രിസ്തു സ്വീകരിച്ച ജ്ഞാനസ്നാനത്തിൻ്റെ പ്രതീകമായി എപ്പിഫനിയെ കാണുന്നവരുമുണ്ട്. വിശുദ്ധ ഗ്രന്ഥ വിവരണം ഇങ്ങനെ സംക്ഷേപിക്കാം. ഈശോ പിറന്ന നാളുകളിൽ പൗരസ്ത്യദേശത്തു നിന്ന് ചില ശാസ്ത്രജ്ഞന്മാർ ജെറുസലേമിലെത്തി. യഹൂദന്മാരുടെ രാജാവ് ജനിച്ചത് എവിടെയാണെന്ന് ഹേറോദേസ് രാജാവിൻ്റെ കൊട്ടാരത്തിൽ പോയി അന്വേഷിച്ചു. ഹേറോദേസ് പരിഭ്രമിച്ചു. അദ്ദേഹം പ്രധാന ആചാര്യന്മാരെയും നിയമജ്ഞന്മാരെയും വിളിച്ചു ചോദിച്ചപ്പോൾ രക്ഷകൻ ബത്ലഹേമിൽ അക്കാലത്ത് തന്നെയാണ് ജനിക്കുന്നതെന്ന് മനസ്സിലായി. പോയി അന്വേഷിച്ച് അവരെ കണ്ടെത്തണമെന്ന്, അത് തന്നെ അറിയിക്കണമെന്നും രാജാക്കന്മാരോട് ഹേറോദേസ് ആവശ്യപ്പെട്ടു. ഹേറോദേസിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അവരെ അതുവരെ നയിച്ച നക്ഷത്രം വീണ്ടും പ്രത്യക്ഷമായി. നക്ഷത്രത്തെ അനുഗമിച്ച് മുന്നോട്ട് നീങ്ങിയ അവർ ഒരു വീട്ടിൽ മരിയാമ്പികയും ശിശുവിനെയും കണ്ടു. അവർ സാഷ്ടാംഗം വീണ് ശിശുവിനെ ആരാധിക്കുകയും തങ്ങളുടെ നിക്ഷേപങ്ങൾ തുറന്ന് സ്വർണവും കുന്തുരുക്കവും നെറുമ്പശയും കാഴ്ചവെക്കുകയും ചെയ്തു. ഈശോയുടെ രാജ്യത്വവും ദൈവത്വവും മനുഷ്യത്വവും ദ്യോതിപ്പിക്കുന്നവയാണ് ഈ കാഴ്ചകൾ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1-11 വാക്യത്തിൽ നമുക്കിത് കാണാൻ സാധിക്കും. ഇന്നേ ദിവസം നമുക്ക് ഈ കാര്യങ്ങൾ വിചിന്തനം ചെയ്യാം. ഈശോയുടെ ദൈവത്വത്തെ അംഗീകരിച്ച് അവിടുത്തെ സ്നേഹിക്കുവാനും ആരാധിക്കുവാനും, രാജ്യത്വത്തെ അംഗീകരിച്ച് അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുവാനും, മനുഷ്യത്വത്തെ അംഗീകരിച്ച് അവിടുത്തോട് ചേർന്ന് സഹിക്കുവാനും ധനകാ തിരുനാൾ നമ്മളെ ക്ഷണിക്കുന്നു. ഇന്നേ ദിവസം നമുക്ക് ചിന്തിക്കാൻ ഉതകുന്ന ഒരു വിശുദ്ധനാണ് വിശുദ്ധ ആന്ത്രേ ബസറ്റ്. 1845 1937 കാലഘട്ടത്തിലാണ് വിശുദ്ധ ആന്ത്രേ ബസറ്റ് ജീവിച്ചിരുന്നത്. ജീവിതകാലം മുഴുവൻ വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ അതീവ ഭക്തനായിരുന്നു വിശുദ്ധ ആന്ത്രേ ബസറ്റ്. ഫ്രഞ്ച് കനേഡിയൻ ദമ്പതിമാരുടെ 12 മക്കളിൽ 8-ാമനായിരുന്നു. ജനിച്ചപ്പോൾ മുതൽ രോഗിയും ബലഹീനനുമായിരുന്ന ഈ വിശുദ്ധൻ മാതാപിതാക്കൾ മരിച്ചപ്പോൾ 12-ാം വയസ്സിൽ ദത്തെടുക്കപ്പെട്ടു. കർഷക തൊഴിലാളിയായി പണിയെടുത്തു. യുവാവായപ്പോൾ ചെരുപ്പുകുത്തി, ബേക്കർ, കൊല്ലൻ മുതലായ തൊഴിലുകളിൽ ഏർപ്പെട്ടെങ്കിലും എല്ലാം പരാജയമായിരുന്നു. ആഭ്യന്തര സമരം കൊടുമ്പിരി കൊണ്ടിരുന്ന വേളയിൽ USA-യിൽ അദ്ദേഹം ഒരു ഫാക്ടറി തൊഴിലാളിയായിരുന്നു. 25-ാം വയസ്സിൽ കാനഡയിൽ മടങ്ങിയെത്തി ഹോളി ക്രോസ് ബ്രദേഴ്സ് സന്യാസ സഭയിൽ ചേർന്നു. ആരോഗ്യം മോശമായതിനാൽ 1 വർഷത്തെ നൊവിഷ്യേറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അവിടെ പ്രവേശനം നിഷേധിച്ചു. ജന്മന അനാരോഗ്യവാനായതിനാൽ സ്കൂൾ വിദ്യാഭ്യാസം സാധ്യമായിരുന്നില്ല. ബിഷപ്പ് ഇഗ്നസ് ബൊർജയുടെ ഇടപെടലിലൂടെ അദ്ദേഹത്തെ അവിടെ സ്വീകരിച്ചു. മോൺട്രിയയിലെ നോത്രഡാം കോളേജിലെ വാതിൽ കാവൽക്കാരൻ്റെ ചുമതല നൽകി. അതിനു പുറമെ സങ്കീർത്തിപാലകൻ, രോഗീ ശുശ്രൂഷകൻ, അലക്കുകാരൻ, ബാർബർ, തോട്ടക്കാരൻ, സന്ദേശവാഹകൻ, ക്യാമ്പസിൽ വിളക്ക് തെളിയിക്കുന്നവൻ മുതലായ ജോലികളിൽ കൂടി അവനെ ഏൽപ്പിച്ചു. ഒരിക്കൽ അദ്ദേഹം വളരെ തമാശ രൂപേണ ഇങ്ങനെ പറഞ്ഞു: ഞാൻ ഈ സമൂഹത്തിൽ ചേർന്നപ്പോൾ ശ്രേഷ്ഠന്മാർ എനിക്ക് വാതിൽ കാണിച്ചു തന്നു. ഞാനിവിടെ 40 വർഷങ്ങൾ നിന്നു.
വാതിലിന് സമീപത്തുള്ള തൻ്റെ ചെറിയ അറയിൽ അധിക സമയവും അദ്ദേഹം മുട്ടിന്മേൽ നിന്നു. റോയൽ പർവ്വതത്തിന് അഭിമുഖമായുള്ള ജനൽപ്പടിയിൽ വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ ഒരു ചെറിയ സ്വരൂപം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഒരു ദിവസം റോയൽ പർവ്വതത്തിൽ വിശുദ്ധ ഔസേപ്പ് പിതാവ് വളരെ പ്രത്യേകമാം വിധത്തിൽ ബഹുമാനിക്കപ്പെടാൻ പോവുകയാണ്. രോഗികളെ സന്ദർശിച്ച് അദ്ദേഹം പ്രാർത്ഥിക്കുമായിരുന്നു. കോളേജ് ചാപ്പലിലെ വിളക്കിലെ എണ്ണ കൊണ്ട് രോഗിയെ പതിയെ തടവി സുഖപ്പെടുത്തുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സുഖപ്പെടുത്തുവാനുള്ള കഴിവ് പ്രസിദ്ധമായി. ധാരാളം രോഗികൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വരാൻ തുടങ്ങി. അധികൃതരുടെയും മറ്റ് സന്ദേഹത്തിന് അദ്ദേഹം ഇങ്ങനെ മറുപടി നൽകി, ഞാനല്ല, വിശുദ്ധ ഔസേപ്പ് പിതാവാണ് സുഖപ്പെടുത്തുന്നത്. ഒരു പകർച്ചവ്യാധി കോളേജിന് സമീപം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ആന്ദ്രേ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി. ഹോളി ക്രോസ് അധികൃതർ അനേകം വർഷങ്ങൾ കൊണ്ട് റോയൽ പർവ്വതത്തിൽ സ്ഥലം വാങ്ങാൻ ശ്രമിക്കുകയായിരുന്നു. ബ്രദർ ആന്ദ്രയും മറ്റു ചിലരും കിഴക്കാന്തൂക്കായ മല കയറി വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ മെഡലുകൾ അവിടെ കുഴിച്ചിട്ടു. ഉടനെ ഉടമസ്ഥൻ സ്ഥലം കൊടുക്കാൻ തയ്യാറായി. 200 പൗണ്ട് ശേഖരിച്ച് ബ്രദർ ആന്ദ്രേ അവിടെ ഒരു ചാപ്പൽ പണിയുകയും സന്ദർശകരെ അവിടെ സ്വീകരിക്കുകയും ചെയ്തു. വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ എണ്ണ പുരട്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ചിലർ സുഖപ്പെട്ടു, മറ്റു ചിലർ സുഖപ്പെട്ടില്ല. ക്രച്ചസുകളും 3 പടികളും ബ്രൈസുകളും അവിടെ കുന്നുകൂടിക്കൊണ്ടിരുന്നു. പള്ളിയും വിപുലമായി. 1931 പ്രകാശമാനമായ ഭിത്തികൾ പള്ളിക്കുണ്ടായി. പണം ഒഴുകി. റോയൽ പർവ്വതത്തിലെ പ്രൗഢഗംഭീരമായ പ്രാർത്ഥനാലയം പണിതീരാൻ 50 വർഷം വേണ്ടിവന്നു. 1937 ജനുവരി 6-ന് 92-ാം വയസ്സിൽ വിശുദ്ധൻ ഈ ലോകവാസം വെടിഞ്ഞു. അദ്ദേഹത്തിന്റെ ഭൗതികാവശിഷ്ടം റോയൽ പർവ്വതത്തിലെ വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ പള്ളിയിൽ സൂക്ഷിച്ചിരിക്കുന്നു. 1982 ജോൺ പോൾ രണ്ടാമൻ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. 2010 ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി നാമകരണം ചെയ്തു. ഇന്നേ ദിവസം ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ പറഞ്ഞത് നമുക്ക് വിചിന്തനം ചെയ്യാം. വിശുദ്ധ ആന്ദ്രേ ബെസറ്റ് വിശുദ്ധമായ ഹൃദയത്തിന്റെ അവർണ്ണനീയമായ ആത്മീയ അനുഭൂതിയിൽ ജീവിച്ചു. വിശുദ്ധ ആന്ദ്രേ ബെസറ്റ്, ഈ ലോകത്ത് അനേകം ജനങ്ങൾ വിശുദ്ധരോടുള്ള ഭക്തി ക്ഷയിച്ചുകൊണ്ടും പിതാവായ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും മഹത്വവും മനസ്സിലാക്കാതെ അന്യ ദൈവങ്ങളിൽ വിശ്വസിച്ചുകൊണ്ടും മുൻപോട്ട് ജീവിതം നയിച്ച് നശിച്ചു പോകുന്നവരായി മാറിയിരിക്കുന്നു. വിശുദ്ധ ആന്ദ്രേ ബെസറ്റ് ഓരോ വ്യക്തികളിലും ക്രിസ്തീയമായ ചിന്തകൾ വളർത്തിയെടുക്കുന്നതിനും കൂടുതൽ വിശുദ്ധരുടെ ജീവിതങ്ങൾ വായിച്ച് മനസ്സിലാക്കി വിശുദ്ധരിലൂടെ ദൈവത്തിലേക്ക് എത്തുന്നതിനും ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നിരന്തരമായ പ്രാർത്ഥനയിലൂടെ നേടിയെടുക്കുന്നതിനും പിതാവായ ദൈവത്തോട് നിരന്തരം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.